ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും 1/4 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 3 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതും ചേർത്ത് നന്നായി വഴറ്റുക. ചെറിയ ഉള്ളിയുടെ നിറം ഏകദേശം ചുവന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ ഒനിയൻ ചോപ്പ് ചെയ്ത് ചേർക്കുക. നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടൊമാറ്റോ ചോപ്പ് ചെയ്തതും ചേർക്കുക. ഇവ നന്നായി വഴറ്റുക. ഒരു 2 മിനിറ്റ് നേരം ഇത് ലിഡ് കൊണ്ട് കവർ ചെയ്ത് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത മിശ്രിതം തയ്യാറായിട്ടുണ്ട്. ഉള്ളി ഇപ്പോൾ ഏകദേശം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഓരോന്നായി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. മസാലയുടെ പച്ചമണമെല്ലാം മാറുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുക. ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് തിളയ്ക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. പിന്നീട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുക. മുട്ട പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ 4 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർക്കുക. പുഴുങ്ങിയ മുട്ട ചേർക്കുമ്പോൾ ഒരു നൈഫ് കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിലേക്ക് മസാല ഇറങ്ങുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. മുട്ട ഒന്ന് പൊട്ടിച്ചു കൂടി ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവിക്ക് ഉണ്ടാവുക. പിന്നെ ഈ കോക്കനട്ട് മിൽക്ക് ചേർത്തതും കാഷ്യൂനട്ട് പേസ്റ്റും ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചതും എല്ലാം കൂടി ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾക്കിത് കിട്ടുക. ഇപ്പോൾ നമ്മുടെ അടിപൊളി എഗ്ഗ് കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു ബൗളെടുത്ത് നമ്മൾക്ക് അതിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്.